Good evening, all. Welcome to Inspire Technical PSC Polytechnic lecturer electronics in the Agatha class. We discuss power electronics and subject in the രണ്ട് part already completed. Next, we will in the part power electronics in the part. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെയും അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലമാറ്റിക് ഒക്കെ അതുമല്ല സ്വിച്ചിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ട് കണ്ടു. അതിനോടനുബന്ധിച്ച് തന്നെ ഡിഫറെന്റ് പ്രോബ്ലംസും നമ്മൾ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ ഇതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ അതിന്റെ അടുത്ത ഒരു പാർട്ട് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടിലേക്ക് കടക്കുവാണ്. SCR കുറച്ച് പാർട്ടും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ട്രയാക്കിലേക്കും എൻ്റർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ന് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതൊക്കെയെന്ന്. These are the exams. Thyristor 2 ട്രാൻസിസ്റ്റർ മോഡൽ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് ഈ 2 ട്രാൻസിസ്റ്റർ മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അതിലേക്ക് കിടക്കാം. ഒരു സെക്കൻഡ്. യെസ്, ഇതാണ് 2 ട്രാൻസിസ്റ്റർ മോഡൽ ഓഫ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ ട്രാൻസിസ്റ്റർ മോഡലിലേക്ക് എന്തിനു വേണ്ടിയാ തൈറിസ്റ്റർ ഓപ്പറേഷൻ ക്യാൻ ബി എക്സ്പ്ലൈൻഡ് വിത്ത് ദ യൂസ് ഓഫ് ദ 2 ട്രാൻസിസ്റ്റർ മോഡൽ. ഒരു തൈറിസ്റ്ററിന്റെ ഓപ്പറേഷൻ എന്തിനാന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ആനോഡ് കറന്റ് ഇൻ ടേംസ് ഓഫ് ലീക്കേജ് കറന്റും അതുപോലെ തന്നെ ആൽഫ പാരാമീറ്റർ എന്താണ് കോമൺ ബേസിന്റെ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കാം ഓരോ കറണ്ടും എങ്ങനെ, അതായത് ആനോഡ് കറണ്ടും കാഥോഡ് കറണ്ടും ഒക്കെ എങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ മോഡൽ വെച്ചിട്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഒരു 2 ട്രാൻസിസ്റ്റർ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൈറിസ്റ്റർ ഓപ്പറേഷൻ ക്യാൻ എക്സ്പ്ലെയിൻ ബൈ ദ യൂസ് ഓഫ് 2 ട്രാൻസിസ്റ്റർ മോഡൽ. അപ്പൊ നമുക്കറിയാം ഒരു PN റീജിയനിലാണ് എന്ത് ലെയർ സാൻഡ്വിച്ച്ഡ് ലെയർ ആണ് നമ്മുടെ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഡയഗ്രം നിങ്ങൾ വീക്ഷിക്കുക. അപ്പൊ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്, നമ്മൾ ഇതിനെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റിംഗ് എങ്ങനെയാ വരുന്നത്, ആദ്യത്തെ P then N ആൻഡ് P. അപ്പൊ ഇതിന്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രോസ് സെക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു ക്രോസ് സെക്ഷൻ നടത്തുന്നു. അപ്പൊ ആദ്യത്തെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് P, ഇവിടുത്തെ N ആൻഡ് P, ഇത്രയും കൊണ്ട് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഏതാണ്, ഇവിടുത്തെ NPN, ഒരു PNP ട്രാൻസിസ്റ്ററും ഇവിടെ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു PNP ട്രാൻസിസ്റ്ററും ആൻഡ് NPN ട്രാൻസിസ്റ്ററുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, രണ്ടായിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്താണ് ഇവിടെ കണക്ഷൻ ഉണ്ട് അല്ലെ, N കണക്ഷൻ ഉണ്ട് ആൻഡ് PNP കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു 2 ട്രാൻസിസ്റ്റർ മോഡലിന്റെ പിന്നെ എന്താണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡയഗ്രാം. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു 2 ട്രാൻസിസ്റ്റർ മോഡൽ ആക്കി എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കേസ് നോക്കാം. ഇതാണ് സർക്യൂട്ട് ലെവലിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെന്താണ്, 2 ട്രാൻസിസ്റ്റർ ആണ്. ഒന്ന് PNP ആണെന്ന് കണ്ടിരിക്കുന്നു അല്ലെ, പിന്നെ ഉള്ളതാണ് NPN ആണെന്ന് നമുക്ക് കാണാം. ഇവിടെ TR1 എന്നും TR2 എന്ന് പറയുന്ന ഒരു അഡീഷണൽ 2 ടെർമിനലും കൂടെ വന്നിരിക്കുന്നു. ദെൻ ആനോഡ് കാഥോഡ് ഗേറ്റ് എവിടെ അപ്ലൈ ചെയ്യുന്നത്, നോർമലി നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ കാഥോഡിന് തൊട്ടടുത്തായിട്ടുള്ള ഈ റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗേറ്റും അവിടെ കാണിച്ചിരിക്കുന്നു. ഇതേ സർക്യൂട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു PNP ട്രാൻസിസ്റ്റർ അല്ലെ, ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്റർ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് PNP അല്ലെ, PNP ട്രാൻസിസ്റ്റർ. ദെൻ ആരോ മാർക്ക് അകത്തോട്ട് പോകുന്നതാണ് എന്ത് എമിറ്റർ റീജിയനും അതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്റർ ആണെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എമിറ്ററിന്റെ പുറത്തേക്ക് ആരോ മാർക്ക് വരുന്നതാണ് NPN. ഇതൊക്കെ നമ്മൾ സർക്യൂട്ടിൽ പഠിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ കണക്ഷൻ എങ്ങനെ വരും നോക്കുക, ആദ്യത്തെ ബേസിൽ നിന്നാണ് രണ്ടാമത്തെ കലക്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ IB1 is equal to IC2 ആയിട്ട് എടുക്കും. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ കറന്റ് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ കറന്റ് ആയിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണക്ഷൻ വന്ന രീതിയിൽ നോക്കുക. ഇനി ആനോഡിൽ കൊടുക്കുന്നു അല്ലെ, ആനോഡിലാണ് എന്ത് കൊടുക്കുന്നത്, എമിറ്റർ കൊടുക്കുന്നത്. സോ എമിറ്റർ ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഈസ്
equivalent to emitter current is first transistor is equivalent to anode current ആണ്. ഈ അനാലിസിസ് ഒക്കെ ആദ്യം തന്നെ നമുക്ക് നടത്താനുണ്ട്. സോ ഇത് സെക്കൻഡ് കണ്ടീഷൻ വന്നിരിക്കുകയാണ്. ദെൻ അടുത്തത് നോക്കുക, ഇവിടെ എന്താണ് IK എന്ന് പറയുന്നത് എന്താണ്, പിന്നെ കാഥോഡ് കറന്റ് ആണ്. കാഥോഡ് കറന്റ് എന്ന് പറയുന്നത് ഇവിടെ IE2 ആണ്, അതായത് എമിറ്റർ ലെഗ്, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ലെഗിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആയിരിക്കും എന്ത്, കാഥോഡ് കറന്റ് എന്ന് പറയുന്നത്. അത് ഏതെല്ലാം ചെയ്യുന്നതാണ്, IC1 ഉം IB2 ഉം കൂടെ ഫ്ലോ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാഥോഡ് കറന്റ് എന്ന് പറയുന്നത്. സോ IA plus IG എന്ന് പറഞ്ഞാൽ ഈ IA എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ഈ ഒരു ആനോഡിൽ നിന്ന് വരുന്ന കറന്റ്, then ഗേറ്റ് കറന്റും കൂടെ ചേരുന്നതാണ് നോർമലി കാഥോഡ് കറന്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു എമിറ്റർ ഓഫ് സെക്കൻഡ് ട്രാൻസിസ്റ്റർ കറന്റ് ആണ് ഇവിടെ ഇക്വലന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അടുത്ത ഇക്വലൻസി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതിന്റെ ഡയഗ്രാം നമ്മൾ ഗേറ്റ് കറന്റ് ഇവിടെ ട്രിഗറിംഗ് കറന്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു ഗേറ്റ് ടെർമിനലിൽ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള കമ്പാരിസൺ ഇവിടെ വരണം. ഈ ഒരു ഡയറക്ഷൻ ആണ് ഒരു പിന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം മോഡൽ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ PNPN തൈറസ്റ്റർ ആണ്. എന്ത് ചെയ്യുന്നു, if we bisect it through the dotted line then we will get two transistors. എന്താണ് ഒരു എന്താണ് ബൈസെക്ട് ചെയ്തിട്ട് ടു ട്രാൻസിസ്റ്റർ മോഡലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. one PNP transistor with the J1 and J2 junction and another with the J2 and J3 junctions. അപ്പോൾ നമ്മൾ തൈറസ്റ്ററിൽ പഠിച്ച പോലെ തന്നെ ഈ പറഞ്ഞ J1 and J2, then അടുത്തത് എന്താണ് J2 and J3. അപ്പം രണ്ട് ജംഗ്ഷനിലുള്ളത് സെപ്പറേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ കാണിച്ചിരിക്കുന്നുള്ളൂ, രണ്ട് ജംഗ്ഷനിലുള്ള ട്രാൻസിസ്റ്റർ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇനി ഇതിന്റെ ഒരു ഫൈനൽ എന്താണ്, ആനോഡ് കറന്റ് ഈസ് ഗിവൺ ബൈ ഈ ഒരു ഇക്വേഷനിലേക്ക്, ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് എത്താൻ ഒരു പിന്നെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ഉണ്ട്, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അത് നോക്കി നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് പോവാം. നോർമലി കളക്ടർ കറന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നോർമലി നമ്മൾ കളക്ടർ കറന്റ് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ IC is equal to alpha of IE plus ICBO എന്നുള്ള ടേമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ BJTയുടെ പിന്നെ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ നമ്മൾ എന്താണ് കളക്ടർ കറന്റിന്റെ ഇക്വേഷൻ ആയിട്ട് എന്താ എഴുതിയിരിക്കുന്നത്, ആൽഫ ടൈംസ് ഓഫ് IE ആണ് വന്നത് അല്ലെ. ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് കളക്ടറിന് അക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് കോമൺ ബേസിൽ എമിറ്റർ സൈഡിലാണ്. സോ എമിറ്റർ കറന്റിന്റെ ആൽഫ ടൈംസ് ആയിരിക്കും എന്ത് വരുന്നത്, ഔട്ട്പുട്ട് കറന്റ് ആയ കളക്ടർ കറന്റ് വരുന്നത്. സോ അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവും, ഒരു ലീക്കേജ് കറന്റും കൂടെ ഉണ്ടാവും. അത് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. പൊതുവെ നമ്മൾ IC ആൽഫ IE പഠിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു പിന്നെ തിയറിറ്റിക്കൽ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ കറന്റ് പിന്നെ ഇക്വേഷനിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ICBO ഇങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ ഇവിടെ മനസ്സിലാകാത്തവർ ആ ക്ലാസ് ഒന്ന് എടുത്തു നോക്കാം, നമുക്ക് ഇവിടെ സമയം കളയണ്ടല്ലോ. അപ്പൊ ഇതെന്താണ്, ലീക്കേജ് കറന്റ് ആണ് ICBO എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പിന്നെ ബേസിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് ഓരോ എന്താണ് ഫൈനൽ നമുക്ക് വേണ്ടത് എന്താണ്, ആനോഡ് കറന്റ് ആണ്. ആനോഡ് കറന്റ് എന്താണ് എന്നുള്ളത് ഈ ഒരു ടു ട്രാൻസിസ്റ്റർ മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഈ ഒരു കേസിൽ നിന്ന് എന്താണ് ICയുടെ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു. ആക്ച്വലി ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, എങ്ങനെ വന്നു എന്നുള്ളതൊന്നും ഇത് മനസ്സിലാക്കിയിരിക്കണം, കാരണം എല്ലാം ബേസിക് ആയിട്ടുള്ള കറന്റ് ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആവശ്യമാണ്. സോ ഇവിടെ IC എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്, ആൽഫ ഇൻറ്റു IE പ്ലസ് ICBO ആണെന്ന് നമ്മുടെ ബേസിക് ഇക്വേഷൻ പറഞ്ഞു. ആൽഫ എന്താണ്, കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കറന്റ് പിന്നെ ഗെയിൻ ആണ് ആൽഫ എന്നുള്ളത്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കളക്ടർ കറന്റ് എങ്ങനെ എഴുതാം, ആൽഫ 1 ടൈംസ് ഓഫ് IE എന്ന് പറയുന്നത് ഓക്കെ. IE1 ഇവിടെ എന്താണ് നമ്മൾ കണ്ടിരുന്നത് തൊട്ട് മുമ്പത്തെ കേസിൽ, IE1 എന്ന് പറയുന്നത് IA തന്നെയാണ് അല്ലെ, എന്ത് ആനോഡ് കറന്റ് തന്നെയാണ് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ കറന്റ്. സോ നമുക്ക് ഇവിടെ IE1 എഴുതുന്നതിന് പകരം ഞാൻ ഇവിടെ ഡയറക്റ്റ് എഴുതി പോകുന്നു IA. നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. then ICBO1. നെക്സ്റ്റ് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ IC2 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ആൽഫ 2 ഇൻറ്റു എന്താണ് IE2 എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വലൻസി എടുത്തത് ഇവിടെ നോക്കുക. IE2 എന്ന് പറയുന്നത് കാഥോഡ് കറന്റ് ആണ്. സോ കാഥോഡ് കറന്റ് ഇവിടെ IK എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. then plus ICBO2. ഓക്കെ, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ലീക്കേജ് കറന്റ് ആണ് ICBO2 എന്ന് കാണിച്ചിരിക്കുന്നത്. കളക്ടർ ബേസ് ലീക്കേജ് കറന്റ് വിത്ത് എമിറ്റർ ഓപ്പൺ എന്നാണ് ഇതിന്റെ ഫുൾ പ്രൊണൗൺസിയേഷൻ.
പ്രൊണൗൺസിയേഷൻ മാത്രമല്ല ഡെഫിനിഷൻ. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം IC1 ആൻഡ് IC2 നമുക്ക് കിട്ടി. ഇനി നോർമലി നമുക്ക് ഇവിടെ കിട്ടുന്ന ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ എല്ലാം കോമ്പിനേഷൻ ആണ്? ഈ രണ്ട് കറണ്ടിന്റെയും IC1ന്റെയും അതുപോലെ തന്നെ IC2ന്റെയും അഡീഷൻ ആണ് എന്ത്? ആനോഡ് കറണ്ട് ആണ് എന്തായിട്ട് പോകുന്നത്? IC1ഉം IC2 ആയിട്ട് പോയിട്ട് നമുക്ക് ഫൈനലി ലോഡിലേക്ക് കിട്ടുന്നത് അല്ലെ, ആനോഡ് കറണ്ട് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ഈ IC1ഉം IC2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഐക്കയുടെ നോർമൽ, ഐക്യ എന്ന് പറഞ്ഞാൽ കാഥോഡ് കറണ്ടിന്റെ നോർമൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ് കാഥോഡ് കറണ്ട് എന്ന് പറയുന്നത്? ആനോഡ് കറണ്ടും നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ട്രിഗറിംഗ് കറണ്ടും ചേരുന്നതാണ് എന്ത്? IK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. IC1 പ്ലസ് IC2, ഇവിടെ α1 പിന്നെ α1 IA പ്ലസ് ICBO1 പ്ലസ് α2 IK പ്ലസ് ICBO2 എന്നാണ് നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഐക്കയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്താണ്? IA പ്ലസ് IG, അതായത് ആനോഡ് കറണ്ടും ഗേറ്റ് കറണ്ടും ചേരുന്നതാണ് കാഥോഡ് കറണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്? α1 IA പ്ലസ് ICBO1 പ്ലസ് α2 ഓഫ് IA പ്ലസ് IG ഓഫ് പ്ലസ് ICBO2. അപ്പം ഇതൊന്നും ആവശ്യമില്ല നമുക്ക്. ആക്ച്വലി ഞാൻ എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എഴുതി കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് IA ടേമിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും IA ഉണ്ട്. ഇവിടെ നമ്മൾ പിന്നെ അകത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ α2 × IA എന്ന് കിട്ടും. അപ്പൊ ഇവിടെ IA ടേമിലേക്ക് മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? α2 IG പ്ലസ് ICBO1 പ്ലസ് ഇവിടെ α2 IA ഉണ്ട്, α1 IA ഉണ്ട്. ഇത് എന്ത് ചെയ്യുന്നു? അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് വരും? ICBO1 പ്ലസ് ICBO2 ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? 1 മൈനസ് α1 പ്ലസ് α2 എന്നുള്ള കേസിലേക്ക് വരും. ഈ ഇക്വേഷൻ ആണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചത്, ആനോഡ് കറണ്ട് ആയിട്ട് കാണിച്ചത്. അപ്പൊ എന്തിനാണ് ഈ ടു ട്രാൻസിസ്റ്റർ മോഡൽ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡെറിവേഷൻ ഞാൻ കാണിച്ചു തന്നത്. ആക്ച്വലി നമുക്ക് ഈ ഡെറിവേഷൻ കൊണ്ടിട്ട് ഒരു ഉപകാരവും എക്സാമിന് വരുന്നില്ല. നമുക്ക് വേണ്ടത് ഈ ഒരു ഫൈനൽ എന്താണ് ആനോഡ് കറണ്ടിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് കേസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എന്താണ് ആനോഡ് കറണ്ട് ആയിട്ട് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഫാക്ടർ α2 IG പ്ലസ് ICBO1 പ്ലസ് ICBO2 ഡിവൈഡഡ് ബൈ 1 മൈനസ് α1 പ്ലസ് α2. ഈ ICBO1 ഉം ICBO2 എന്ന് പറയുന്ന വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കറണ്ട് ആണ്. നമ്മളത് പൊതുവെ പിന്നെ എന്താണ് പ്രാക്ടിക്കലി നമ്മളത് കൺസിഡർ ചെയ്യത്ത് പോലും ഇല്ല. നമുക്കിവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ബൈ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടെ എന്ത് വേണം? ഈ ഒരു കറണ്ടിന്റെ പ്രസൻസ് അവിടെ കാണിച്ചിരിക്കണം. അത് നമ്മൾ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഇക്വേഷനിൽ നമ്മൾ അത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. നോർമലി നമ്മൾ പിന്നെ ഈ ഒരു ലീക്കേജ് കറണ്ട് കാണിക്കാറില്ല, പക്ഷെ നമുക്ക് ഇക്വേഷനിലേക്ക് വരുമ്പോൾ അത് ആവശ്യമാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കുക. എന്താണ്? ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് α1 പ്ലസ് α2. ആൽഫയുടെ വാല്യൂ നോർമലി എന്ത് റേഞ്ച് വരെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി ഒരു 1ൽ താഴെയാണ് നിൽക്കുന്നത് അല്ലെ. അപ്പം ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് α1 പ്ലസ് α2, ഈ ഒരു ടേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടുവേർഡ്സ് യൂണിറ്റി എങ്ങോട്ടാണ്? 1ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റി കറസ്പോണ്ടിങ് ആനോഡ് കറണ്ട് വിൽ ഇൻക്രീസ് ഇൻഫിനിറ്റ്ലി അല്ലെ. ഇവിടെ 1ലോട്ട് അടുപ്പിക്കുന്നതേ ഉള്ളൂ, 1 എത്തത്തില്ല. അപ്പം 1ലേക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ആനോഡ് കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 1 മൈനസ് 1 0 ആണ്. സംതിങ് ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആനോഡ് കറണ്ട് ആണ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു എന്താണ് പ്രിസൈസിലുള്ള ഹ്യൂജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഏത്? ആനോഡ് കറണ്ട്. So IA would tend to become infinity, thereby turning on the device. IA infinity ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസ് ടേൺ ഓൺ ആവുക എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പിന്നെ ടു ട്രാൻസിസ്റ്റർ മോഡൽ ഈ ഒരു BNPN പിന്നെ തൈറോസ്റ്ററിൽ ട്രാൻസിസ്റ്റർ മോഡൽ വെച്ചിട്ട് അതിന്റെ എന്താണ് കറണ്ട് ഗെയിൻ പിന്നെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ യൂണിറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ എന്താണ് ആനോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ആൽഫ എന്നൊക്കെ പറയുന്നത് ബൈ മാനുഫാക്ചറിംഗ് ടൈമിൽ തന്നെ നമുക്ക് പിന്നെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു കുറെ പാരാമീറ്റർ ആണ് കറണ്ട് ഗെയിൻ ഒക്കെ പറയുന്നത്.
അപ്പോൾ ഈ കറണ്ട് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി യൂണിറ്റിയിലേക്ക് അടുപ്പിക്കും തോറും നമുക്ക് ഡിവൈസ് ടേൺ ഓൺ ആവാനുള്ള ചാൻസ് കൂടി വരുവാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു ആനോഡ് നമ്മുടെ ടു ട്രാൻസിസ്റ്റർ മോഡൽ റെപ്രസെന്റേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് എന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തിന്? തൈറിസ്റ്ററിന് അല്ലെ. തൈറിസ്റ്ററിന് ഇങ്ങനെ സഡൻ ചേഞ്ച് ഒക്കെ കാരണം, കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ സഡൻ ചേഞ്ച് കാരണമായിട്ട് എന്ത് സംഭവിക്കാം? ബേൺ ഔട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കാം. ആ ഡാമേജ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതായത് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് α1 പ്ലസ് α2 എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട് ഗെയിൻ പാരാമീറ്റർ യൂണിറ്റി 1ലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഹയസ്റ്റ് ആനോഡ് കറന്റ് ടു ടേൺ ഓൺ ദ ഡിവൈസ്. ഓക്കെ, അപ്പം ആ ഒരു കേസാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത് ടു ട്രാൻസിസ്റ്റർ മോഡൽ വെച്ചിട്ട്. ഇനി തൈറിസ്റ്റർ പ്രൊട്ടക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഇവിടെ നോക്കുക, ആദ്യത്തെ ഒന്നാമത്തെ കേസ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈ dV/dt. ഹൈ dV/dt എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിരുന്നു, എവിടാണെന്ന് ഓർമ്മയുണ്ടോ? dV/dt പഠിച്ചിരുന്ന എവിടാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എവിടാണ് പഠിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? dV/dt എന്നുള്ള ഫംഗ്ഷനാലിറ്റി പഠിച്ചത് എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ട്രിഗറിംഗ്. യെസ്, ട്രിഗറിംഗിന്റെ 5 മെത്തേഡിൽ ഒരു മെത്തേഡ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്ന ഒരു ഫാക്ടർ ആണ് dV/dt എന്നുള്ള ഒരു ഫംഗ്ഷൻ. അപ്പൊ അതിവിടെ എടുത്ത് ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ്? when thyristor is in forward blocking state, then only J2 junction is reverse biased. അല്ലെ, thyristor forward blocking മോഡിലാണ് J2 നടുക്കത്തെ ജംഗ്ഷൻ എന്തായിരിക്കുന്നത്? റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ വരുന്നത്. which act as a capacitor having constant കപ്പാസിറ്റൻസ് വാല്യൂ CJ. ഈ അവസരത്തിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. അപ്പൊ ആ ഡിപ്ലീഷൻ റീജിയന്റെ കേസ് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കപ്പാസിറ്റൻസ്, കോൺസ്റ്റന്റ് കപ്പാസിറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജംഗ്ഷൻ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനും നമ്മൾ അവിടെ കണ്ടിരുന്നു. എന്താണ്? C കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കറണ്ടിനെ പ്രൊപ്പോർഷണാലിറ്റി എന്ത് പറയാം? dV/dt ആയിട്ട് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നതാണ്. ഒന്നുകൂടെ ഇവിടെ എടുത്ത് പറയുന്നതേ ഉള്ളൂ, എന്താണ് ആ ഒരു പ്രോബ്ലം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. Then the leakage current through the device will increase with the increase in dVA/dt. ഇവിടെ എന്താണ്? ഈ ഒരു ചേഞ്ച് വളരെ കൂടുതലാണെങ്കിൽ പിന്നെ SCRനെ വേണമെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എന്ത്? ടേൺ ഓൺ ചെയ്യിക്കാൻ ചാൻസ് ഉള്ള ഒരു പാരാമീറ്റർ ആണ്. നമ്മൾ ആനോഡിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കുറവാണെങ്കിൽ പോലും അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്താണ്? അതിന്റെ റെസ്പെക്ട് ടു ടൈം എടുത്തു കഴിയുമ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ SCR ടേൺ ഓൺ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. The leakage current through the device will increase with increase in dVA/dt. എന്താണ് ഈ ഒരു ചേഞ്ച്? dV/dt എന്ന് പറയുന്ന വോൾട്ടേജിന്റെ സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് ലീക്കേജ് കറന്റ് ഇൻക്രീസ് ചെയ്യിക്കും. So this current can turn on the device even when the gate signal is absent. ഈ ലീക്കേജ് കറന്റ് ആണ് എന്ത് സംഭവിക്കുന്നത്? ഗേറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു SCRനെ ടേൺ ഓൺ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത്. Okay, this is called dV/dt triggering and must be avoided, which can be achieved by using snapper circuit in parallel with the device. ഈ ഒരു dV/dt എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ അല്ല, അല്ലെ? ഇതെങ്ങാനും വളരെ ഹ്യൂജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സഡൻ ലീക്കേജ് കറന്റ് അവിടെ ഉണ്ടാവും. സഡൻ ലീക്കേജ് കറന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഹ്യൂജ് ലീക്കേജ് കറന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഡിവൈസിന് ഒരു പാരാമീറ്റർ ഉണ്ട്. എല്ലാ ഒരു SCR ആണെങ്കിലും ഏത് ഡിവൈസ് ഇറക്കുവാണെങ്കിലും അതിനൊരു മാനുഫാക്ചറിങ് പിന്നെ എന്തുണ്ട്? പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനേക്കാളും കൂടുതൽ ചിലപ്പം ആയി പോവാൻ ചാൻസ് ഉണ്ട്. എന്ത്? ഈ ഒരു വേരിയേഷൻ എന്ത്? dV/dt എന്ന് പറയുന്ന വേരിയേഷൻ കൂടിക്കഴിഞ്ഞാൽ, അല്ലെ? അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ട്രിഗറിംഗ് മെത്തേഡ് പൊതുവെ യൂസ് ചെയ്യാറില്ല. ഏത് ട്രിഗറിംഗേ യൂസ് ചെയ്യാറുള്ളൂ? ഗേറ്റ് സിഗ്നൽ കൊടുത്തിട്ടുള്ള ട്രിഗറിംഗേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ഒരു പിന്നെ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണെങ്കിൽ ലീക്കേജ് കറന്റ് കൂടും. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഡിവൈസ് ടേൺ ഓൺ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ടേൺ ഓൺ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ലീക്കേജ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ എന്താണ്? SCR എന്ന് പറയുന്നത് ബേൺ ഔട്ട് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ എന്താണ് ഈ dv/dt എന്ന് പറയുന്ന ട്രിഗറിങ് അവോയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്ത് സ്നബ്ബർ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. ചോദ്യം വരുന്നതാണ് സ്നബ്ബർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. ഈ ഒരു എന്താണ് dv/dt പ്രൊട്ടക്ഷന് വേണ്ടിയാണ് സ്നബ്ബർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. എന്താണ് സ്നബ്ബർ സർക്യൂട്ട് എന്നുള്ള പീസിലേക്ക് നമ്മൾ അടുത്ത സ്ലൈഡ് പോകുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടുത്തെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. dv/dt എന്ന് പറയുന്നത് ടേൺ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ആണ്, ട്രിഗറിംഗ് പാരാമീറ്റർ ആണ്. പക്ഷേ ഹ്യൂജ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ലീക്കേജ് കറണ്ട് കൂടും. അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ലീക്കേജ് കറണ്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ ഡിവൈസ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ dv/dt ട്രിഗറിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു സ്നബ്ബർ സർക്യൂട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് പ്രിക്കോഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. ദെൻ സ്നബ്ബർ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. സ്നബ്ബർ സർക്യൂട്ടുകൾ പൊതുവെ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ തിയറി ഞാൻ ജസ്റ്റ് വരച്ചു കാണിച്ചു തരാം. നമുക്ക് ഇവിടെ വായിച്ചു പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. തിയറി നിങ്ങൾ ആവശ്യക്കാർ വായിച്ചോണം. ആ തിയറി തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇങ്ങനെ ഒരു SCR ഉണ്ടെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും എന്ത് ചെയ്യുന്നു സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും എന്ത് ചെയ്യുന്നു ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സ്നബ്ബർ സർക്യൂട്ട്, വേറെ ഒന്നുമില്ല. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും SCRനെ പാരലൽ ആക്കി എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. Okay, then the switch is closed, then voltage Vs is applied across device as well as CS suddenly. നമ്മൾ ഇവിടെ സ്വിച്ച് ഓൺ ആക്കുവാണ്. സ്വിച്ച് ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ ആനോഡ് ടു കാഥോഡിന് അക്രോസ് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സഡൻ ട്രിഗറിംഗ് ആണെങ്കിൽ, ഈ dv/dt ട്രിഗറിംഗ് ആണെങ്കിൽ എന്ത് സംഭവിപ്പിക്കുന്നു ഇവിടെ at first സ്നബ്ബർ സർക്യൂട്ട് behaves like a short circuit. ആദ്യം എന്താണ് ഈ ഒരു സ്നബ്ബർ സർക്യൂട്ട് R&C എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. Therefore the voltage across the device is സീറോ. എന്താണ് SCR അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ആ സമയത്ത് സീറോ ആയിരിക്കും. എന്താണ് ഇനിഷ്യലി നമ്മൾ സ്വിച്ച് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ആറും സിയും എന്നുള്ള ഈ ഒരു പാത്ത് എന്താണ് ക്ലോസ്ഡ് ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഷോർട്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ഏറ്റവും ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്നത് സ്നബ്ബർ സർക്യൂട്ട് വഴിയായിരിക്കും. സോ ഗ്രാജുവലി വോൾട്ടേജ് അക്രോസ് CS ബിൽഡ് അപ്പ് അറ്റ് സ്ലോ റേറ്റ്. എന്താണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും CS അക്രോസ് ഉള്ള വോൾട്ടേജ് ഗ്രാജുവലി സ്ലോ ചെയ്യാൻ തുടങ്ങും. എങ്ങനെ? സോ dv/dt across the thyristor will stay in allowable range. ഇങ്ങനെ ഷോർട്ട് ആയിട്ട് ആറും സിയും ആക്ട് ചെയ്യുന്നത് കൊണ്ട് SCR എന്താണ് ഒരു അലവബിൾ റേഞ്ചിനെക്കാട്ടിലും കൂടുതൽ എന്ത് സംഭവിക്കുന്നില്ല, ഈ dv/dt ട്രിഗറിംഗിലേക്ക് പോവില്ല. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. ബിഫോർ ടേണിംഗ് ഓൺ ദ തൈറിസ്റ്റർ, ഈ SCR ടേൺ ഓൺ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു ഈ കപ്പാസിറ്റർ CS-നെ എന്ത് ചെയ്യും ഫുള്ളി ചാർജ് ചെയ്ത് നോക്കും. ഓക്കെ, ഈ CS എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ സ്നബ്ബർ കപ്പാസിറ്റൻസ് ആണ് CS എന്ന് പറയുന്നത്. ഈ CS എന്ത് ചെയ്യുന്നു ഫുള്ളി ചാർജ് ചെയ്ത് വെക്കും. ഓക്കെ, ആഫ്റ്റർ ഫുള്ളി ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ടേൺ ഓൺ പിന്നെ ഇവിടെ ഷോർട്ട് സർക്യൂട്ടിലായിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ dv/dt എന്ന് പറയുന്നത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും നേരെ ഷോർട്ട് ചെയ്ത് SCR-ലൂടെ പോവാതെ നേരെ എന്ത് ചെയ്യുന്നു ബൈപ്പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഓക്കെ, then after turning on, ടേൺ ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത് ഫുള്ളി ചാർജ് ചെയ്ത് വെക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു ടേൺ ഓൺ കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് dv/dt ചേഞ്ചിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ഗേറ്റിന്റെ കൺട്രോളിംഗ് മാത്രമേ വരുന്നുള്ളൂ. After turning on the thyristor, it discharges through SCR. എന്ത് ചെയ്യുന്നു എന്താണ് ആഫ്റ്റർ ടേണിംഗ് ഓൺ, ടേൺ ഓൺ കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമ്മൾ ആദ്യം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചത് എന്ത് ചെയ്യുന്നു തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് SCR-ലൂടെ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു. സോ ദിസ് ഡിസ്ചാർജിങ് കറന്റ് ക്യാൻ ബി ലിമിറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസിസ്റ്റർ. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു പിന്നെ ഈ ഒരു ഫ്ലോ കാരണമായിട്ട് ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ, ആ കറണ്ടും എന്ത് ചെയ്യാൻ പാടില്ല SCR-നെ ഡാമേജ് ആക്കാൻ പാടില്ല. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു റെസിസ്റ്റർ മാത്രമാണ് ഈ ഒരു RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. അപ്പം പ്രത്യേകിച്ച് റെസിസ്റ്ററോടെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത് പാരലായിട്ടൊരു കപ്പാസിറ്റർ കൊടുത്താലും വർക്ക് ചെയ്യും. പക്ഷേ ഈ RS എന്ന് പറയുന്നത് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താണ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് വാല്യൂ മാത്രമാണ് ഈ ഒരു റെസിസ്റ്റൻസ് RS എന്ന് പറയുന്നത്. കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ കപ്പാസിറ്റർ ടു കീപ് ദ വാല്യൂ ഓഫ് കറന്റ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ഇൻ സേഫ് ലിമിറ്റ്. അപ്പം ഈ SCR അക്രോസ് ഉള്ള ഈ ഡിസ്ചാർജിങ് കാരണമായിട്ടുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടോ അല്ലെങ്കിൽ കറണ്ട് തന്നെയോ അതിന്റെ ഒരു വാല്യൂ സേഫ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ഒരു സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. ടേൺ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചിട്ടാണ് അതിൽ കണക്ട് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ടേണിംഗ് ഓൺ എന്ത് ചെയ്യുന്നു കപ്പാസിറ്ററിലുള്ള ചാർജ്
ഡിസ്ചാർജ് ചെയ്ത് കളയണം. ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എന്താണ് പിന്നെ വരുന്ന ചേഞ്ചും എന്ത് ചെയ്യുന്നു, മൈന്യൂട്ട് ചേഞ്ച് പോലും പിന്നെ നമുക്ക് ഈ ഒരു SSCRന്റെ കുഴപ്പമില്ലാത്ത വോൾട്ടേജ് പോലും എന്ത് ചെയ്യുന്നു, ബൈപ്പാസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നു, ഇത് ഡിസ്ചാർജ് ചെയ്ത് വെക്കും. ദെൻ SSCR നോർമലി വർക്ക് ചെയ്യുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പൊ dV/dt പ്രൊട്ടക്ഷൻ ഈ ഒരു സ്നബ്ബർ സർക്യൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. dV/dt ട്രിഗറിങ് നമ്മൾ പൊതുവെ ചെയ്യാറില്ല. ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ചിലപ്പോൾ ഓൺ ആയിട്ട് കിട്ടിയേക്കാം, പക്ഷെ ഓൺ ആകുന്നത് ചിലപ്പം ഡാമേജിലേക്കായിരിക്കും പോകാൻ ചാൻസ് എന്നുള്ളത് ഓർത്തു വെക്കുക. ബെറ്റർ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നതും ഗേറ്റ് ട്രിഗറിംഗ് മെത്തേഡ് ആണ്. നെക്സ്റ്റ് അടുത്ത പ്രൊട്ടക്ഷൻ എന്താണ്, ഹൈ DI/dt. എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന്റെ രണ്ടാമത്തെ പ്രൊട്ടക്ഷന്റെ കേസ് ആണ് പറയുന്നത്. ഹൈ DI/dt പ്രൊട്ടക്ഷൻ എന്താണ്, കറണ്ട് ചേഞ്ച് ആകുന്ന ആ ഒരു പിന്നെ റേറ്റിന്റെ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്താണ് നോക്കാം, when a thyristor is turned on by gate pulse. ഇപ്പൊ നമ്മൾ നോർമലി ഓൺ ആക്കുന്ന ആ ഒരു മെത്തേഡ് ഗേറ്റ് പൾസ് കൊണ്ട് ഓൺ ആക്കുവാണെങ്കിൽ then charge carrier spread through its junction rapidly. J2 എന്ന് പറയുന്ന ജംഗ്ഷനിൽ ചാർജ് കാരിയേഴ്സ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, J2 നേരെ കണ്ടക്ഷൻ മോഡിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് പിന്നെ ആനോഡ് ടു കാഥോഡ് കറണ്ട് ഫ്ലോ സാധ്യമാവുന്നത്. അത് നമ്മൾ വർക്കിംഗ് പഠിച്ചിരുന്നു, ഗേറ്റ് പൾസ് കൊടുക്കുമ്പോഴാണെന്നുള്ളത്. ആ ഒരു കേസ് തന്നെ ഇവിടെ എടുത്ത് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. ഗേറ്റ് പൾസിലേക്ക് നമ്മളൊരു പിന്നെ എന്താണ് ടേൺ ഓൺ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യുന്നു, ജംഗ്ഷനിലേക്ക് റാപ്പിഡ് ആയിട്ട് സ്പ്രെഡ് ആവുന്നു അല്ലെ, അങ്ങനെയാണ് കണ്ടക്ഷൻ വരുന്നത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് നോക്കണം. ബട്ട് ഇഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് കറന്റ് that is DI/dt is greater than the spreading of charge carriers, then localized heat generation will take place, which is known as local hotspots. This may damage the thyristor. എന്താ പറയുന്നത്, ഈ പിന്നെ നമ്മൾ ഗേറ്റിലേക്ക് ട്രിഗർ ചെയ്യുന്നത് കാരണമായിട്ടുണ്ടാകുന്ന ചാർജ് സ്പ്രെഡിനെ കാട്ടിലും കൂടുതലായിട്ട് ആനോഡ് കറണ്ട് ചേഞ്ച് ആയാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സ്പ്രെഡിങ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആയാൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു ലോക്കലൈസ്ഡ് ഹീറ്റ് ജംഗ്ഷൻ ജനറേഷൻ പ്രൊവൈഡ് ചെയ്യും. ഹീറ്റ് ഉണ്ടാവുന്ന അർത്ഥം. ഓക്കെ, കറണ്ടിന്റെ പിന്നെ ചാർജ് കാരിയേഴ്സ് സ്പ്രെഡ് ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ പിന്നെ സ്പീഡില് കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു കറണ്ട് പിന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹീറ്റ് കൂടി എന്ത് സംഭവിക്കും, ഒരു പരിധി കഴിയുമ്പോൾ അവിടെ ലീക്കേജ് കറണ്ട് എല്ലാം കൂടുന്നത് നമുക്കറിയാം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഡിവൈസസുകളാണ്. അപ്പൊ ഈ ലീക്കേജ് കറണ്ട് കൂടും. ആ ലീക്കേജ് കറണ്ട് കൂടുന്നത് കാരണമായിട്ട് നമ്മുടെ റേറ്റിംഗിനെക്കാട്ടിലും SSCR ഓരോ കമ്പനിയും ഓരോ റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ടാവും, കറണ്ട് റേറ്റിംഗ്. ആ റേറ്റിംഗിനെക്കാട്ടിലും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ കറണ്ട് കൂടി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദിസ് വിൽ ഡാമേജ് ദ തൈറസ്റ്റർ. ഇതും എന്താണ്, കറണ്ട് ഒബ്വിയസ്ലി റേറ്റിംഗിനെക്കാട്ടിലും കൂടി കഴിഞ്ഞാൽ SSCR ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഡാമേജ് ആവും. ദെൻ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെത്തേഡ് ആണ് ഈ DI/dt നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹൈ DI/dt പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നോക്കുക. പ്രൊട്ടക്റ്റീവ് മെഷർ എന്താണെന്ന് പഠിച്ചു വെക്കണം. ഓരോന്നിന്റെ കേസിലും dV/dt നമ്മൾ പഠിച്ചു, സ്നബ്ബർ സർക്യൂട്ട് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. സ്നബ്ബർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന മെയിൻ പിന്നെ കമ്പോണന്റും ആ കമ്പോണന്റിന്റെ വർക്കിംഗും എന്താണെന്ന് ഓർത്തിരിക്കണം. കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ ടേൺ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് പിന്നെ ഫുള്ളി ചാർജ് ചെയ്ത് വെക്കും. ടേൺ ഓൺ കണ്ടീഷൻ കഴിഞ്ഞിട്ട് അത് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ DI/dt പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് ടു അവോയ്ഡ് ലോക്കൽ ഹോട്ട്സ്പോട്ട്. We use an inductor in series with the device as it prevents high rate of change of current through it. എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടർ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഏതിന്, SSCRന് സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്, സഡൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നു, മിനിമൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെയും മെത്തേഡ് ഓർത്തിരിക്കണം. ഈ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് SSCRന്റെ ഈ ഒരു ഫങ്ഷണാലിറ്റി കൂടെ പഠിപ്പിച്ചത്. അപ്പൊ ഇന്നത്തെ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തത് നമ്മൾ പഠിച്ച തൈറസ്റ്ററിന്റെ, അതായത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ 2 ട്രാൻസിസ്റ്റർ മോഡൽ വെച്ചിട്ടുള്ള ആനോഡ് കറണ്ടിന്റെ ഇക്വേഷനും ആ ആനോഡ് കറണ്ടിൽ എങ്ങനെയാണ് നമുക്ക് ആനോഡ് കറണ്ടിന്റെ ഹൈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതും ആൽഫ വെച്ചിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. പിന്നെ ഉള്ളതാണ് നമ്മൾ എന്താണ് തൈറസ്റ്റർ പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഒന്ന് dV/dt നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ഹൈ dV/dt നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ആദ്യത്തെ കണ്ടീഷൻ ആയിട്ട് പഠിച്ചു. രണ്ടാമത്താണ് ഹൈ DI/dt പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചത്. അപ്പൊ രണ്ടിലും ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. dV/dt പാരലൽ ആയിട്ട് കപ്പാസിറ്റർ ഇട്ട് കൊടുക്കുന്നു, അതിന്റെ കൂടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. അത് വേറൊരു കാര്യത്തിനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്താണ്,
പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി SCRലൂടെയുള്ള കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ DIVDT പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, ഒരു ഇൻഡക്ടർ സീരീസ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അവിടെ പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് സാധ്യമാകുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് SCRന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ട്രയാക്കിലേക്ക് പോവാം. ഓക്കെ, ട്രയാക്ക് നമ്മൾ പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. തൈറസ്റ്ററിന്റെ 2 ടൈപ്പ് കേസിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് ഈ ഒരു ട്രയാക്ക്. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് യൂണി ഡയറക്ഷണൽ എക്സാമ്പിൾ ആയിട്ടാണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ നമ്മൾ പഠിച്ചത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തൊട്ട് മുമ്പ് വരെ നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തത്. ഇനി പിന്നെ എന്താണ് ബൈ ഡയറക്ഷണൽ തൈറസ്റ്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ട്രയാക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പം ട്രയാക്കിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറയാം. ട്രയാക്കിന്റെ ഫുൾ ഫോം എന്തായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, നമ്മൾ അതിലേക്കാണ് കടക്കുന്നത്. നോക്കാം ട്രയാക്ക് എന്താണെന്നുള്ളത്. ട്രയാക്ക് ട്രയോഡ് AC സ്വിച്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഓക്കെ, ട്രയോഡ് AC സ്വിച്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം നോക്കുക. 3 ടെർമിനൽ ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രയാക്ക് അല്ലെങ്കിൽ ട്രയോഡ് AC സ്വിച്ച് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ദ ട്രയാക്ക് ഈസ് ഓൾസോ എ 4 ലെയർ ഡിവൈസ്. ട്രയാക്കും ഒരു 4 ലെയർ ഡിവൈസ് തന്നെയാണ്. So PNPN in the positive direction and NPNP in the negative direction. ഇതിന്റെ പിന്നെ സ്ട്രക്ചർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അത് അടുത്ത ഫിഗറിൽ കാണും എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്, എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് PNPN എന്നുള്ള ഒരു പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതും NPNP എന്നുള്ള ഒരു നെഗറ്റീവ് ഡയറക്ഷനിലുള്ള ഒരു പിന്നെ എന്താണ് സ്ട്രക്ചർ ആണ് ഈ ഒരു ട്രയാക്കിന് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, 2 സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഏകദേശം നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. നേരത്തെ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കോമൺ ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് എന്താണ്, ആനോഡും ഒരെണ്ണത്തിന്റെ കാഥോഡും ഷോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആനോഡും കാഥോഡും എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ MT1 MT2 ആൻഡ് MT1 എന്നുള്ള എന്താണ് മെയിൻ ടെർമിനൽ 1 ആൻഡ് മെയിൻ ടെർമിനൽ 2 എന്നുള്ളതാണ് ഈ MT കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഗേറ്റിനോട് തൊട്ടടുത്തുള്ളത് നമ്മുടെ പ്രൈമറി, അതായത് മെയിൻ ടെർമിനലും പ്രൈമറി ടെർമിനലും സെക്കൻഡറി ടെർമിനൽ എന്ന് പറയുന്നത് MT2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം ഗേറ്റിനോട് തൊട്ടടുത്തുള്ളത് MT1ഉം ഗേറ്റിനോട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് MT2ഉം മെയിൻ ടെർമിനൽ 2 ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഒരു എന്താണ് സിംബോളിക് ആയിട്ടുള്ള റെപ്രസെന്റേഷനും ഇന്നർ ഡയഗ്രവും. ഓക്കെ, ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രാം ആയിട്ട് എടുത്തു കഴിഞ്ഞാലുള്ളതാണ് ഈ ആദ്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിലേക്ക് നമുക്ക് നീങ്ങാം. എന്താണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഇതിനെ കുറിച്ച് നെക്സ്റ്റ്. യെസ്, അപ്പം നെക്സ്റ്റ് ഇതിന്റെ ഓപ്പറേഷനിലേക്ക് പോവാണ്. ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. എന്താണ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ MT2 ആൻഡ് MT1 ആൻഡ് ഇവിടെ എന്താണ് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പൊ ഈ ഗേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് G എന്നിട്ട്. അപ്പൊ P1 N1 P2 ആൻഡ് N2 ഒരു PN ആയിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ 2 സൈഡിലും N4 ആൻഡ് N3 എന്ന് പറയുന്ന ഒരു N മെറ്റീരിയലും കൂടെ എച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഓവറോൾ ഒരു ട്രയാക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രയാക്കിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ബേസിക്കലി ഇത് ഇത്രേ ഉള്ളൂ. എന്താണ് ഒരു പിന്നെ SCR 2 SCR ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. ഗേറ്റ് കോമൺ ആയിട്ട് ആണ് വരുന്നത് എന്നും ഓർത്തിരിക്കണം. അപ്പൊ ആ ഒരു സ്ട്രക്ചർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ ബേസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്താണ് ബൈ ഡയറക്ഷണൽ പിന്നെ കണ്ടക്ഷൻ ആണെന്ന് പറഞ്ഞു 2 സൈഡിലേക്കും. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡിലേക്ക് 2 സൈഡിലേക്കും എന്തുണ്ട് പിന്നെ പോസിറ്റീവിലും നെഗറ്റീവ് ക്വാഡ്രന്റിലും എന്തുണ്ട് കണ്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. SCR എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു SCRൽ എന്താ സംഭവം, ആകെ പോസിറ്റീവ് ക്വാഡ്രന്റിൽ മാത്രമേ എന്തുള്ളൂ അതിന്റെ സ്വിച്ചിങ് കണ്ടീഷൻ നടക്കുള്ളൂ അല്ലെ. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും അതുപോലെ തന്നെ ഫോർവേഡ് കണ്ടക്ടിങ് മോഡും നമ്മൾ പഠിച്ചത് ആകെ പോസിറ്റീവ് ക്വാഡ്രന്റിൽ മാത്രമാണ്. ഓക്കെ, 4 ക്വാഡ്രന്റിൽ പോസിറ്റീവ് ക്വാഡ്രന്റിൽ മാത്രമാണ് നടന്നത്. നെഗറ്റീവ് ക്വാഡ്രന്റിൽ 2 ഫംഗ്ഷനും നെഗറ്റീവ് ആകുന്ന ക്വാഡ്രന്റിൽ എന്താ സംഭവിച്ചത്, ആകെ റിവേഴ്സ് ബയസിങ് നമ്മുടെ നോർമൽ ഒരു PN ജംഗ്ഷൻ എങ്ങനെയാണോ റിവേഴ്സ് ബയസിലേക്ക് വരുന്നത് ആ ഒരു രീതിയിലുള്ള കണ്ടക്ഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ട്രയാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ബൈ ഡയറക്ഷണൽ ആയത് എന്നുള്ള കേസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യത്തെ കേസ് നോക്കുക. അപ്പം ട്രയാക്കിന്റെ ഓപ്പറേഷൻ ആണ് കേട്ടോ അടുത്ത് പറയാൻ പോകുന്നത്. ട്രയാക്ക് ഓപ്പറേഷൻ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്.
ട്രയാക് ഓപ്പറേഷൻ. ഒന്നാമത്തെ ഓപ്പറേഷന്റെ കേസാണ് ഞാൻ ഇവിടെ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് ഇടാം. ഇതിനെന്ത് ചെയ്യുന്നു? MT2 അതായത് ടെർമിനൽ 2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്നു. ദെൻ ഗേറ്റ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവും കൊടുക്കുന്നു. ഗേറ്റ് പോസിറ്റീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മെയിൻ ടെർമിനൽ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു പോസിറ്റീവ്, ആൻഡ് നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? MT1 ഓക്കെ. അപ്പം ഇവിടെ ഗേറ്റ് എന്തായിട്ട് മാറി? പോസിറ്റീവ് ആണ്. MT1 എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ ഈ ഒരു കേസിൽ എങ്ങോട്ടായിരിക്കും എന്താ മാക്സിമം പിന്നെ ഇവിടെ നോക്കുക, പോസിറ്റീവ് കൊടുക്കുന്നത് കാരണമായിട്ട് മാക്സിമം പിന്നെ നമുക്ക് P2-ൽ നിന്നുള്ള ചാർജ് കാരിയേഴ്സ് എങ്ങോട്ട് ഇൻജെക്ട് ആവും? ഈ ഒരു N2-ലേക്ക് ഇൻജെക്ട് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ ഈ കേസിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ P1 N1 എന്ന് പറയുന്ന റീജിയൻ എന്തായിട്ട് മാറും? ഫോർവേഡ് ബയസ് ആയിട്ട് മാറും അല്ലെ? ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണ്. അപ്പൊ J1 J2 എന്നൊന്നും പറയുന്നില്ല. ഈ P1 ആൻഡ് N1 എന്ന് പറയുന്ന ജംഗ്ഷൻ ഫോർവേഡ് ബയസിലാണ്. അപ്പൊ പോസിറ്റീവ് കൊടുത്തിരിക്കുന്ന കാരണമായിട്ട്. ദെൻ അടുത്ത എന്താണ്? N1 ആൻഡ് P2 എന്ന് പറയുന്ന എന്തായിട്ട് മാറും? റിവേഴ്സ് ബയസിലാണ്. ഇത് നമ്മൾ ഓൾറെഡി SCR കേസിൽ പഠിച്ചതുപോലെ തന്നെ. ഇനി നോക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് പോസിറ്റീവ് വരുന്ന എങ്ങോട്ടാണ്? P2 N3 എന്നുള്ള റീജിയനിലേക്കാണ്. സോ ഇതെന്തായിട്ട് മാറും? P2 N3 റിവേഴ്സ് ബയസ് ആണ്. പക്ഷേ P2 N2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇവിടെ നെഗറ്റീവ് ആണ് N2-ലേക്ക്. സോ ഇത് ഈ ഒരു ജംഗ്ഷൻ എന്തായിട്ട് മാറും? ഫോർവേഡ് ബയസ് കണ്ടീഷനിലേക്ക് മാറുന്നതാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മളൊരു ഗേറ്റ് പോസിറ്റീവ് നമ്മൾ ട്രിഗർ ചെയ്യുന്നു. പോസിറ്റീവ് ട്രിഗർ ചെയ്ത് ഒരു സഫീഷ്യന്റ് ഗേറ്റ് കറന്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ബയസിൽ ഇരിക്കുന്ന ഈ ഒരു ജംഗ്ഷൻ അല്ലെ, ഈ ഒരു റിവേഴ്സ് ബയസിൽ ഇരിക്കുന്ന P2 N1 എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷൻ എന്താവും? അവലാൻഷ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ആ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോഴാണ് എന്ത് നമുക്ക് കിട്ടുന്നത്? കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. കറണ്ട് ഫ്ലോ അപ്പം ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഈ ഒരു താഴേക്ക് അല്ലെ, ഇവിടുന്ന് P1 നിന്ന് N1 വഴി P2 വഴി. ഇനി ഏതാണ് ഓപ്പൺ പാത്ത് ഉള്ളത്? ഈ ഒരു N2 വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു MT1-ലേക്ക് നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ, കറണ്ട് ഫ്ലോ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നെന്താണ്? P1-ൽ നിന്ന് N1 വഴി, P1-ൽ നിന്ന് N1 വഴി എന്താണ്? P1 N1 P2 ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്. P1 N1 ആൻഡ് പിന്നെ എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്? P2 വഴി N2-ലേക്ക് എത്തിച്ചേരുന്നു അല്ലെ? കറണ്ടിന്റെ ഫ്ലോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. P1 N1 P2 N2 ആണ് ഈ ഒരു കറണ്ട് ഫ്ലോ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ച് കാണിച്ചെന്നുള്ളൂ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇത് വരുന്നത് അല്ലെ? കാരണം MT2 പോസിറ്റീവിലാണ്, ഗേറ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ടാണ്? പോസിറ്റീവിലാണ്. അപ്പൊ ഇത് പോസിറ്റീവ് ക്വാഡ്രന്റിൽ വരും. അത് അവിടെ നിൽക്കട്ടെ. അടുത്ത വർക്കിങ്ങിലേക്ക് നമുക്ക് നീങ്ങാം. ഇതാണ് സെക്കൻഡ് വർക്കിംഗ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ. സെക്കൻഡ് ഓപ്പറേഷനിൽ എന്താ ചെയ്തിരിക്കുന്നത്? MT2 എന്ന് പറയുന്നത് പോസിറ്റീവ് കൊടുത്തു, ഗേറ്റ് എന്ത് ചെയ്തു? എന്നിട്ട് നെഗറ്റീവ് അപ്ലൈ ചെയ്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് പോസിറ്റീവിൽ തന്നെ MT2. ദെൻ ഗേറ്റ് എന്ന് പറയുന്ന ടെർമിനൽ എന്തായിട്ട് കൊടുത്തു? ഇവിടെ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. ദെൻ പോസിറ്റീവ് അപ്ലൈ ചെയ്യേണ്ടത് MT1-ലായിരിക്കണം. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ എന്താണ്? P2-ൽ നിന്ന് മാക്സിമം കാരിയേഴ്സ് എങ്ങോട്ടാ പിന്നെ ഇൻജെക്ട് ചെയ്യപ്പെടുക? N3-ലേക്കായിരിക്കും ഇൻജെക്ട് ചെയ്യപ്പെടുന്നത്. സോ നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്നത് ഈ ഗേറ്റിലായത് കാരണം P2-ൽ നിന്ന് N3-ലേക്ക് എന്ത് ചെയ്യുന്നു? മാക്സിമം ചാർജ് കാരിയേഴ്സ് ഇൻജെക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ നേരത്തെ എടുത്ത പോലെ തന്നെ ഈ P1 N1 എന്ന് പറയുന്ന ജംഗ്ഷൻ എന്താണ്?
ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ്. ഇനി N1 ആൻഡ് P2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ബയസൽ കണ്ടീഷനിൽ തന്നെ ഇരിക്കും. ഇനി ഇവിടെ എന്താണ് N2 P2 എന്ന് പറയുന്നതാണ് എന്തിലിരിക്കുന്നത്, റിവേഴ്സ് ബയസ് കണ്ടീഷനിലേക്ക് വരുന്നത്. ഇവിടെ ഫോർവേഡ് വരുന്ന എവിടെ ആയിരിക്കും, ഈ ഗേറ്റിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനായ P2 N3 ആയിരിക്കും എന്ത് വരുന്നത്, ഫോർവേഡ് ബയസ് കണ്ടീഷനിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ഗേറ്റിന്റെ സഫിഷ്യൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, SCR എന്ന് പറയുന്ന സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ജസ്റ്റ് PN മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് പിന്നെ PN എന്നുള്ളത് റിവേഴ്സ് നെഗറ്റീവ് ഡയറക്ഷനിലും കൂടെ ഒരെണ്ണം കണക്ട് ചെയ്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് NP എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലും ഒരെണ്ണം ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ അത് ഇന്റേണൽ ആയിട്ട് പിന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇതെന്താവും, ഈ ഒരു ട്രയാക്ക് ഓൺ കണ്ടീഷനിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ബൈ ഡയറക്ഷണൽ പിന്നെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഗേറ്റ് നെഗറ്റീവ് കൊടുക്കുമ്പോഴും ഇവിടെ എന്ത് സംഭവിച്ചു, ഈ ഒരു കണ്ടീഷൻ ഫോർവേഡ് ബയസ് ആയി. അതിന്റെ സഫിഷ്യൻ ലെവലിലേക്ക് എത്തുമ്പോൾ റിവേഴ്സ് ബയസ് കണ്ടീഷൻ എന്ത് സംഭവിക്കും, ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് അവലാൻഷ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് സംഭവിക്കും, ഇതുപോലെ വന്ന് N3 വഴി പുറത്തേക്ക് വരും. അപ്പൊ ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, P1 N1 വഴി P2 വഴി N3 വഴിയായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാനാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, പോസിറ്റീവും നെഗറ്റീവും അപ്ലൈ ചെയ്യുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കേസ് നോക്കാം. മൊത്തം 4 ക്വാഡ്രന്റ് ഉണ്ട് അല്ലെ, ആ 4 കണ്ടീഷനും നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അടുത്ത കണ്ടീഷൻ നോക്കാം, എന്താണ് തേർഡ് ക്വാഡ്രന്റിൽ സംഭവിക്കുന്നത്, എന്താ സംഭവിക്കുന്നത് നോക്കാം. രണ്ടും നെഗറ്റീവ് ആണ് തേർഡ് ക്വാഡ്രന്റ് അല്ലെ, അത് ഫൈനലി വരച്ച് കാണിക്കുന്നുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ക്വാഡ്രന്റ് പറഞ്ഞു മാത്രം പോകുന്നത്. MT2 നെഗറ്റീവും ഗേറ്റും നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താണ്, MT2 നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്നു. ഇതുവരെ കൊടുത്ത പോസിറ്റീവ് ആണ് രണ്ട് കണ്ടീഷനും. എന്നിട്ട് ഗേറ്റ് നമ്മൾ ആദ്യം നെഗറ്റീവിലേക്ക് കൊണ്ടുവരുവാണ്. ഓക്കെ, ഗേറ്റ് നെഗറ്റീവിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ഗേറ്റ്. സോ ഇത് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ N3 നെഗറ്റീവ് വന്നതുകൊണ്ട് P2 നിന്നുള്ള മാക്സിമം കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഈ ഒരു ഗേറ്റ് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. സോ ഇത് കാരണമായിട്ട് എന്താണ്, മാക്സിമം P2 നിന്നുള്ള ചാർജ് കാരിയേഴ്സ് N2 എന്ത് ചെയ്യുന്നു, ഇൻജെക്ട് ചെയ്യപ്പെടും. ഇത് കാരണമായിട്ട് നോക്കാം എന്താണ്, നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സ് ബയസ് ജംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ N1 P2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഫോർവേഡ് ബയസ് കണ്ടീഷനിലേക്ക് മാറും. ഇത് നമ്മൾ നോർമൽ SCRന്റെ കേസിൽ വെച്ച് പഠിച്ചതാണ്. ഇനി ദെൻ അടുത്ത ഈ കേസ് നോക്കുക, നെഗറ്റീവ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഈ N4 ആൻഡ് P1 എന്ന് പറയുന്ന ജംഗ്ഷൻ എന്തായിട്ട് മാറും, നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്ന കാരണമായിട്ട് ഈ ഒരു ജംഗ്ഷൻ ഇവിടെ എടുക്കാം. ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ ഇതെന്തായിട്ട് മാറും, ഫോർവേഡ് ബയസ് കണ്ടീഷനിലേക്ക് മാറുന്നതാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും നോക്കാം. എന്താണ്, P2 N1 P1 ആൻഡ് N4 വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, MT2 എത്തുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ N4 വന്നിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, നേരത്തെ പോലെ ഡയറക്റ്റ് നമുക്ക് പിന്നെ P1 നിന്ന് ഇങ്ങോട്ട് താഴോട്ടല്ല, ഇത് മുകളിലേക്കാണ് നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുന്നത്. സോ ഇവിടെ MT2 എന്ന് പറയുന്നത് നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്നത് കാരണമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ P2 N1 P1 N4 വഴി നമുക്ക് എന്ത് കിട്ടുന്നു, കറണ്ടിന്റെ ഫ്ലോ കിട്ടുന്നു. ഏതാണ്, റിവേഴ്സ് ബയസ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കും ഒരു പർട്ടിക്കുലർ ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ അടുത്ത ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, MT2 നെഗറ്റീവ് ആക്കി വെക്കുന്നു. സോ ഇത് സ്റ്റിൽ ഇറ്റ്സ് നെഗറ്റീവ്. ദെൻ ഗേറ്റ് എന്താക്കി കൊടുക്കുന്നു, പോസിറ്റീവ് കൊടുക്കുന്നു. പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ പോസിറ്റീവ്. ദെൻ ഇവിടെ നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം പിന്നെ എന്താണ്, P2 വഴി ഉള്ള കാരിയർ ഇൻജെക്ഷൻ എന്ന് പറയുന്നത് N2 ആയിരിക്കും. സോ നമ്മൾ നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്നത് N2 ആയതുകൊണ്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. N1 P2 എടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. ദെൻ ഈ ഒരു കേസിൽ N4 P1 എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് കൊടുക്കുന്ന കാരണമായിട്ട് ഇവിടെ ഫോർവേഡ് ബയസ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ അതേ സെയിം ഡയറക്ഷനിൽ തന്നെ P2 N1 അതായത് P2 N1 P1 N4 വഴി തന്നെ. അപ്പൊ തേർഡും ഫോർത്തും ക്വാഡ്രന്റ് സെയിം ആണ്. രണ്ട് ഇതിലും എന്താണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതാണ്. P2 N1 P1 ആൻഡ് N4. അപ്പൊ ഇതാണ് കറണ്ട് ഡയറക്ഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്പൊ ഇതിന്റെ കറണ്ട് ഡയറക്ഷൻ നോക്കണം. ആദ്യം നമ്മൾ പിന്നെ MT2 എന്ന് പറയുന്നത് പോസിറ്റീവ് കൊടുക്കുന്ന കേസിലും നെഗറ്റീവ് കൊടുക്കുന്ന കേസിലുള്ള ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് കേട്ടോ. ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കേസിൽ
നമ്മൾ ആകെ തേർഡ് ക്വാഡ്രന്റും അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റും മാത്രമേ നമ്മൾ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എടുക്കാറുള്ളൂ. ബാക്കിയുള്ളതും നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്. കാരണം നമുക്ക് കറണ്ട് ഫ്ലോ കിട്ടുന്നുണ്ട് ഈ ഒരു ഡയറക്ഷനിൽ P1 N1 P2 N3 വഴി നമുക്ക് കറണ്ട് ഡയറക്ഷൻ കിട്ടുന്നുണ്ട്. സോ അപ്പൊ ഇവിടെ നമ്മൾ എടുക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഫസ്റ്റും അതുപോലെ തന്നെ തേർഡും ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഗേറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഒന്ന് പോസിറ്റീവ് ഗേറ്റ് ട്രിഗറിംഗ് ആണ് ഒന്നാമത്തെ ഉള്ളത്. അപ്പൊ ഒരു പോസിറ്റീവ് ഗേറ്റ് ട്രിഗറിംഗ് നമ്മൾ എടുത്താൽ മതി. ദെൻ അടുത്തത് എന്താണ് നെഗറ്റീവ് ഗേറ്റ് ട്രിഗറിംഗ് ആണ്. സോ when we applying the MT2 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ളത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഒന്നാമത്തെ ക്വാഡ്രന്റും മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്താണ്, രണ്ടും പോസിറ്റീവ്, പ്യൂർലി പോസിറ്റീവും പ്യൂർലി നെഗറ്റീവുമാണ്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? നോർമൽ നമ്മളൊരു സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് പഠിച്ചു. എന്താണ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു SCRലേക്ക് നമ്മളൊരു ഹൈ കറണ്ട് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് പോകുമ്പോൾ നേരെ ഓൺ സ്റ്റേറ്റിലേക്ക് പോകും. അത് ഇവിടം വരെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതെന്താണ് ഒരു ഫോർവേഡ് കണ്ടക്ടിങ് മോഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതെന്താണ് പോസിറ്റീവ് ഡയറക്ഷനുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതേ കണ്ടീഷൻ തന്നെയാണ് എവിടെയും വരുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് കാണാം രണ്ടും നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്ന സമയത്തും എന്താ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, പിന്നെ ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ എന്താണ് ഒരു നെഗറ്റീവ് ഗേറ്റ് ട്രിഗറിംഗ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, നേരെ എന്ത് സംഭവിക്കുന്നു, ഇത് കണ്ടക്ടിങ് മോഡിലേക്ക് പോയി കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ നോക്കണം. MT2 നെഗറ്റീവ് ആണ്, ഇവിടെ MT2 എന്ന് പറയുന്നത് പോസിറ്റീവ് കൊടുക്കുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വാഡ്രന്റിലും ഇത് എന്തുണ്ട്, പോസിറ്റീവ് ക്വാഡ്രന്റിലും അല്ലെങ്കിൽ നെഗറ്റീവ് ക്വാഡ്രന്റിലും ഇത് എന്ത് ചെയ്യുന്നു, കണ്ടക്ടിങ് മോഡിലേക്കാണ് വരുന്നത്. ഇത് കാരണമായിട്ടാണ് എന്ത് പറയുന്നത്, ട്രയാക്കിനെ ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ട്രയാക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ബൈ ഡയറക്ഷണൽ ആണ് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കാര്യം വെച്ചിട്ട് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എങ്ങനെയാണ് ഇപ്പൊ നേരെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പിന്നെ തേർഡ് ക്വാഡ്രന്റിൽ എങ്ങനെ കറണ്ട് കിട്ടി എന്നുള്ളതിന്റെ ഒരു ഡൗട്ട് വരാം. അതുകൊണ്ടാണ് വർക്കിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വരച്ചതിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചത്, കറണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആ ഒരു ഡയഗ്രാം കൊണ്ട് വരച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ് സെയിം കറണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുക എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വർക്കിംഗ് മോഡലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ട്രയാക്കിന്റെ കൂടുതൽ കാര്യങ്ങളും അതിന്റെ പ്രോബ്ലവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി അധികം സമയം വരുന്നില്ല. അപ്പൊ ഇതിന്റെ ട്രയാക്കിന്റെ വർക്കിങ്ങും ഈ പറഞ്ഞ എന്താണ് കഴിഞ്ഞ പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ മോഡലും 2 ട്രാൻസിസ്റ്റർ മോഡലും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ അതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും പിന്നെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ.